ഞങ്ങൾ ഹിന്ദുവല്ല എന്ന് നരേന്ദ്രമോദിക്ക് മുഖാമുഖം നിന്ന് വിരൽ ചൂണ്ടി സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നിങ്ങളങ്ങനെ ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഏറ്റെടുക്കേണ്ട എന്ന് പാർലമെന്റിൽ പറയാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാണിച്ചു. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥമേ മാറ്റിമറിച്ച 10 വർഷമാണ് കടന്നുപോയത്. BJPക്കൊപ്പം നിൽക്കുന്നവർ മാത്രം ഹിന്ദുക്കളും മോദിയെ ചോദ്യം ചെയ്യുന്നവരെല്ലാം ഹിന്ദു വിരുദ്ധരെന്നും ചാപ്പകുത്തപ്പെട്ട 10 വർഷം. ഹിന്ദുമതത്തിൽ ജനിച്ചവർക്കും വിശ്വസിക്കുന്നവർക്ക് പോലും BJPക്ക് മുന്നിൽ വിശ്വാസം തെളിയിക്കേണ്ടി വന്ന 10 വർഷം. ഹിന്ദു എന്ന വാക്ക് ഹിന്ദുക്കൾക്ക് നേരെ തന്നെ ഭീഷണിയായി ഉയർത്തിയ 10 വർഷം. അത് ഇനി നടക്കില്ല എന്നൊരു സുധീരമായ പ്രഖ്യാപനമാണ് പാർലമെന്റിൽ കണ്ടത്. शिवजी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं, और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ചോദ്യവും ചൂണ്ടുവിരലും ഉയർന്നത്. അതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായ വിശ്വാസത്തിന് നേരെ. ये विषय बहुत गंभीर है. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. സാധാരണഗതിയിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത തറക്കല്ലാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പിന്മാറിയില്ല. नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, BJP पूरा हिंदू समाज नहीं है, RSS पूरा हिंदू समाज नहीं है. ये ठेका नहीं है BJP का, ये सब हिंदू है. यहाँ पे ये सब हिंदू है. ഇത് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിന് അത്ര പരിചയമില്ലാത്ത ഒരു സന്ദർഭമാണ്. ഹിന്ദു എന്നുച്ചരിക്കാനുള്ള സമ്പൂർണ്ണ അവകാശം ഞങ്ങൾക്കാണെന്ന് മോദിയും BJPയും സ്ഥാപിച്ചിരുന്നു. ആരാണ് ഹിന്ദു എന്ന് BJPക്കാർ തീരുമാനിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തെയാണ് രാഹുൽ ഗാന്ധി വലിച്ചു കീറിയത്. പ്രതിപക്ഷ നേതാവായുള്ള രാഹുൽ ഗാന്ധിയുടെ അരങ്ങേറ്റത്തിൽ പ്രധാനമന്ത്രി ഇത്രയും കാലമായി സൂക്ഷ്മമായി പരിപാലിച്ചു വളർത്തിയ ഹിന്ദു സംരക്ഷകൻ എന്ന പടച്ചട്ടയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ജനതയുടെ എല്ലാ ജീവൽ പ്രശ്നങ്ങളെയും ആ പടച്ചട്ട കൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാലം അത്രയും തടുത്തത്. ആ പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു. ഇനി രാജ്യത്തിന്റെ യഥാർത്ഥ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പാർലമെന്റ് ഉയരണം. ജനതയുടെയും ജനാധിപത്യത്തിന്റെയും വിശ്വാസം കാക്കണം. സുദീർഘമായ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിയെയും സർക്കാരിനെയും നിശിതമായ വിമർശനത്തിന് വിധേയനാക്കി. मणिपुर को आपने सिविल वॉर में डुबा दिया है. मणिपुर को आपने और आपकी योजनाओं ने, आपकी पॉलिटिक्स ने जला दिया है. आज तक हिंदुस्तान के प्रधानमंत्री मणिपुर नहीं गए हैं. ऐसा लगता है कि मणिपुर हिंदुस्तान का प्रदेश नहीं है. प्रधानमंत्री के लिए मणिपुर स्टेट ही नहीं है. മറുപടിക്കായി ലോക്സഭയിലും രാജ്യസഭയിലും ലഭിച്ച അവസരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിന്റെ ഇരട്ടിയിലേറെ സമയമെടുത്ത് പ്രധാനമന്ത്രിയും തിരിച്ചടിച്ചു. പക്ഷേ വ്യക്തിപരമായി രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാനും കോൺഗ്രസിന്റെ ചരിത്രത്തെ ആക്ഷേപിക്കാനുമാണ് പ്രധാനമന്ത്രി കൂടുതൽ സമയവും ചെലവഴിച്ചത്. മാത്രമല്ല 14 മാസമായി മൗനം പുലർത്തിയ മണിപ്പൂർ പ്രശ്നത്തിൽ രാജ്യസഭയിൽ പ്രസ്താവന നടത്തേണ്ടിയും വന്നു. मणिपुर में लगातार हिंसा की घटनाएं कम होती जा रही है. इसका मतलब शांति का आशा रखना, शांति पे भरोसा करना संभव हो रहा है. आज मणिपुर के अधिकांश हिस्सों में आम दिनों की तरह स्कूल चल रहे हैं, कॉलेज चल रहे हैं, दफ्तर और दूसरे संस्थान खुले रहे हैं. केंद्र और राज्य सरकार सभी से बातचीत करके शांति के लिए, सौहार्द रास्ता खोलने के लिए लगातार प्रयास कर रही है. പ്രധാനമന്ത്രി ജയിച്ചത് ഞങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ആ ജയം പരാജയത്തിന് സമമാണ് എന്നാണ് പ്രതിപക്ഷം വാദിച്ചത്. 18ാം ലോക്സഭയെ കാത്തിരിക്കുന്നത്
സംഭവബഹുലവും സജീവവുമായ സംവാദമാണെന്ന് ഉറപ്പാക്കുന്ന സാഹചര്യമാണ് ആദ്യ സമ്മേളനത്തിൽ തന്നെ കണ്ടത്. ഹിന്ദുക്കളെയാകെ അക്രമികളാക്കി എന്ന് പ്രധാനമന്ത്രിയും പാർട്ടിയും ആവർത്തിച്ചാരോപിച്ചിട്ടും അത് അജണ്ടയാക്കാൻ കഴിഞ്ഞില്ല എന്നത് രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. മതത്തെ ശരിയായി മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയും മറ്റൊരു മതസ്ഥനെതിരെ വെറുപ്പ് പടർത്തില്ല, വിദ്വേഷം പ്രചരിപ്പിക്കില്ല. ഒരു മതവിശ്വാസിയും ജനിച്ചു വീണു എന്നതുകൊണ്ട് മാത്രം സ്വന്തമാകുന്ന മതത്തിന്റെ പേരിൽ അഹങ്കരിക്കില്ല. ദൈവങ്ങളെ സംരക്ഷിക്കുമെന്ന് വീമ്പ് പറയില്ല. രാമനെയും കൃഷ്ണനെയും ശിവനെയും ഇസ്ലാമിനെയും ക്രിസ്തുവിനെയും സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപമാനം ദൈവങ്ങൾക്കില്ല. തൊട്ടാൽ പൊട്ടുന്ന വികാരത്തിന്റെ കുമിളയിലല്ല മതവും വിശ്വാസങ്ങളും നിലനിൽക്കേണ്ടത്. വിശ്വാസത്തെയും ദൈവങ്ങളെയും മതങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. വോട്ട് ബാങ്കിന്റെ അപമാനങ്ങളിൽ നിന്ന് ദൈവങ്ങളെ മോചിപ്പിക്കണം. മതം മനുഷ്യന്റെ സമാധാനവും ആശ്രയവും മാത്രമായി നിലനിൽക്കണം. മതത്തെ അധികാരത്തിന്റെ മത്തിൽ നിന്ന് മോചിപ്പിക്കണം.